അപ്പോൾ ഇത്തവണ നമ്മൾ മീഷോന്ന് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ മേടിച്ചിരുന്ന മീഷോന്ന് മേടിച്ചിരുന്ന ഒരുവിധം ഞാൻ മീഷോന്നാണ് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാറ്. അപ്പോൾ ഇതുവരെ മേടിച്ച പ്രൊഡക്റ്റുകളൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം ക്വാളിറ്റിയിൽ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണ മേടിച്ച പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കട്ടെ. അപ്പോൾ നമ്മൾ അപ്പൂസാണ് ഫസ്റ്റത്തെ ഇത് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യണത്. പിന്നെ പിള്ളേരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വലിച്ച് കയറി ഉണ്ടാക്കും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുള്ളത് നമ്മൾ ഹഗ്ഗീസാണ്, നമ്മൾ കോട്ടൻ്റെ ഹഗ്ഗീസാണ്. അതായത് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2-3 തവണയൊക്കെ നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. കാരണം കഴുകി യൂസ് ചെയ്യാൻ പിന്നീട് കുറേ കാലത്തേക്ക് നമ്മൾ പമ്പേഴ്സിന്, അതായത് നമ്മൾ പമ്പേഴ്സിന് ഏറ്റവും കൂടുതൽ മോചനം കിട്ടിയ പോലെയാണ്. കാരണം അതൊരു വിധത്തിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഇതാവുന്നത്. കാരണം കഴുകിയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും വേസ്റ്റുകൾ കുറഞ്ഞ് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് യൂസ്ഫുള്ളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും 2 പ്രൊഡക്റ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രൊഡക്റ്റാണ്, അത് അനിയത്തിയാണ് അൺബോക്സ് ചെയ്യുന്നത്. നമ്മുടെ ഷീറ്റാണ്. ഇത് നമ്മൾ അമ്പാടിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അമ്പാടിക്കും അനിയത്തിയുടെ കുട്ടിക്കും നന്ദനും കൂടിയിട്ട് മേടിച്ചതാണ്. 2 ആൾക്കും കൂടിയിട്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും അധികം ലീക്കേജ് ആവാത്ത രീതിയിലുള്ള ബെഡ്ഷീറ്റുകളാണ്. 2ഉം കോട്ടൺ ഷീറ്റുകളാണ്. അപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യും. കാരണം മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് വെള്ളം താഴത്തേക്ക് പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ളതാണ്. നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എടുക്കാനൊക്കെ നല്ല സൂപ്പറാണ് എന്തായാലും. അപ്പോൾ എന്തായാലും സംഭവം കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ മുന്നേ മീഷോന്ന് മേടിച്ചതിനേക്കാൾ ഇത് ക്വാളിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ മേടിച്ചതിൽ ഇത് മാത്രമാണ് എനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റാണ് സംഭവം. പക്ഷെ ഇതിന് മുന്നേ മേടിച്ചതിനേക്കാൾ കട്ടിയുണ്ട്, അതിന് കട്ടി കുറവാണ്. അപ്പോൾ അടുത്തത് എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാം. അടുത്തത് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പാറുക്കുട്ടിക്ക് നമ്മളൊരു സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. പാറുക്കുട്ടിക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബർഗറിൻ്റെ സ്നാക്സ് ബോക്സാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പിന്നെ സ്നാക്സ് ഇട്ട് കൊണ്ടുപോകാനല്ലേ. അപ്പോൾ എന്തായാലും 2-3 തട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ബർഗർ ബോക്സായിട്ട്. അപ്പോൾ അവൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായി, കാരണം ഒരു വെറൈറ്റി ചെയ്യുന്ന സംഭവം. അപ്പോൾ എന്തായാലും അവൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും അത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ തിരക്കാണ്. പാറുക്കുട്ടി തന്നെയാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 സ്പൂണ്, ഫോർക്ക് പോലത്തെ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഇട്ട് കഴിക്കാനോ അല്ലെങ്കിൽ സാലഡ് വെട്ടി കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. അത് കിട്ടിയതിൻ്റെ ശേഷം അവൾ പറഞ്ഞത്, അമ്മ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ട് ഇട്ടാന്നൊക്കെ. കാരണം മക്കൾക്കാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് സംഭവം തോന്നും. അതിലൊക്കെ എനിക്കും തോന്നിയത് വെറൈറ്റിയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അപ്പൂസും വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൂസിന് നമ്മൾ വേറൊരു ബോക്സാണ് കേട്ടോ മേടിച്ച് കൊടുത്തത്. കാരണം 2ാം ക്ലാസ്സുകാർക്ക് അങ്ങനെ സ്നാക്സ് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ചില പിള്ളേർ കൊണ്ടുപോകണോണ്ട് കൊടുത്തയക്കുന്നതെന്ന് മാത്രം. ഞാൻ ടീച്ചർക്ക് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് നിർബന്ധമൊന്നും ഇല്ല എന്നാണ്. കാരണം 2ാം ക്ലാസ്സിലെത്തിയില്ലേ. പിന്നെ പാറുക്കുട്ടിയുടെ ഇത് കണ്ടപ്പോൾ അവൾക്കൊരു ആഗ്രഹം കൊണ്ടുപോകണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അവൾക്കൊരു ചെറിയൊരു സ്നാക്സ് ബോക്സ് ഒന്ന് നമ്മൾ മേടിച്ച് കൊടുത്തത്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മീഷോന്ന് മേടിച്ചത് നമ്മൾ അമ്പാടിക്ക് കുറച്ച് പമ്പേഴ്സാണ് കേട്ടോ. കാരണം നമ്മൾ ഈ മഴക്കാലമായതുകൊണ്ട് എപ്പോഴും ഡ്രസ്സുകൾ ഉണങ്ങാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചതാണ് പമ്പേഴ്സ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അത് കോട്ടനാണ്. അപ്പോൾ എന്തായാലും പമ്പേഴ്സ് കാണാനുള്ള കംഫർട്ടായിരുന്നു അമ്പാടിക്ക്. അപ്പോൾ എന്തായാലും ഈ എടുത്തോളൂ. നമ്മൾ മേടിച്ച പമ്പേഴ്സിലൊരു 52 പീസ് പമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ എമൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.